قال لا تخافا إنني معكما أسمع وأرى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യും. സുഹൃത്തുക്കളെ, നമ്മൾ 25-ാമത്തെ ഭാഗത്തിലെത്തിയിരിക്കുകയാണ്. ജബ്ബാറിനുള്ള മറുപടിയായിട്ട് ബന്ധപ്പെട്ട് ഖുർആൻ പഠന പരമ്പര ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ ഇസ്ലാമിനെ പഠിക്കാതെ ഖുർആനെ എങ്ങനെ സമീപിക്കണം പോലും അറിയാത്ത രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ പല ആളുകളിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും വസ്വാസം ഉണ്ടാക്കാനും ഇദ്ദേഹം ശ്രമിക്കുന്നത്. അതിൽ അദ്ദേഹം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ 25-ാമത്തെ പാർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പതിവ് പോലെ തന്നെ അദ്ദേഹം എന്താണ് ഈ പ്രാവശ്യം പറയുന്നതെന്ന് കേട്ടിട്ട് അതിനുള്ള മറുപടിയിലേക്ക് നമുക്ക് കിടക്കാം. ലൈലത്തുൽ ഖദറിൽ ഞാൻ ഇറക്കിയിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ ആദ്യത്തെ വാക്യം. അപ്പോൾ ഏതിനെയാണ് ഇറക്കിയിരിക്കുന്നത്, എന്താണ് ഈ ലൈലത്തുൽ ഖദർ, ഇത് രണ്ടും ഈ വാക്യത്തിൽ വ്യക്തമല്ല. അതെന്താണെന്ന് അറിയാൻ നമ്മൾ ഖുർആനിൽ തന്നെയുള്ള വേറെ അധ്യായങ്ങളിലേക്കും ഹദീസുകളിലേക്കും കടന്നു പോകേണ്ടതുണ്ട്. ഖുർആനിലെ 44-ാമത്തെ സൂറത്താണ് ദുഹാൻ. ഈ പൊഹയിലെ ആദ്യത്തെ 4 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക്കത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ. ഹമീം എന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല, ഹാഹു എന്ന് പറഞ്ഞതാണ്. കിതാബിൻ മുബീൻ സ്പഷ്ടമായ വേദഗ്രന്ഥം. പിന്നെ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക്കത്തിൻ, അത് അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അവിടെ ലൈലത്തുൽ മുബാറക്കത്തിൻ എന്നിവിടെ പറഞ്ഞത് തന്നെയാണ് മറ്റേ അധ്യായത്തിൽ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് എന്നാണ് വ്യാഖ്യാനം. അപ്പോൾ സ്പഷ്ടമായ കിതാബ് മുബീൻ എന്ന് പറയുന്ന സ്പഷ്ടമായ വേദഗ്രന്ഥം ഇറക്കിയ രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്നാണ് ഈ വാക്യവും ആ വാക്യവും കൂടെ ചേർത്തിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഈ വേദഗ്രന്ഥം ഇറക്കിയ രാത്രി എന്ന് പറയുമ്പോൾ ഏതാണ് ആ വേദഗ്രന്ഥം, ഏത് രാത്രിയാണ് അത് ഇറക്കിയത്, എവിടുത്തെ രാത്രിയെക്കുറിച്ചാണ് പറയുന്നത് തുടങ്ങിയതിനൊന്നും ഒരു വ്യക്തതയില്ല. ഖുർആനാണ് ഈ വേദഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കൊക്കെ അറിയാം, ഖുർആൻ ഇറങ്ങിയത് അല്ലെങ്കിൽ ഖുർആൻ അവതരിച്ചത് ഏതെങ്കിലും ഒരു രാത്രി ഒരു പുസ്തകം ഇറക്കിക്കൊണ്ടുവന്നിട്ട് ആളുകൾക്ക് കൊടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്. മറിച്ച് മുഹമ്മദ് 23 വർഷക്കാലത്തെ തൻ്റെ ജീവിതത്തിനിടയിൽ ഓരോ സന്ദർഭത്തിനനുസരിച്ച് മുഹമ്മദിൻ്റെ വായിലൂടെ അപ്പോൾ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ മുഹമ്മദിൻ്റെ മരണശേഷം മറ്റാരൊക്കെയോ വാരിക്കൂട്ടി തുന്നിയുണ്ടാക്കിയ ഒരു പുസ്തകമാണ് ഖുർആൻ. ആ പുസ്തകം ഒരു അനുഗ്രഹീത രാത്രിയിൽ ആരും എവിടെയും ഇറക്കിയിട്ടില്ല. അങ്ങനെ ഇറക്കിയതായിട്ട് ചരിത്രത്തിൽ എവിടെയില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടല്ലോ, ഒരു എന്താ പറയുക, 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ അത്രയും വിദ്യാഭ്യാസം പോലും ഇദ്ദേഹത്തിന് ഖുർആൻ്റെ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം ഒന്നാമതായിട്ട് ഇദ്ദേഹം പറഞ്ഞത് ഏത് ദിവസമാണെന്നറിയില്ല, ഏത് രാത്രിയാണെന്നറിയില്ല. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം. അപ്പോൾ കൃത്യമായിട്ട് തന്നെ സൂറത്ത് ബഖറയിൽ ഇത് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ്. ആദ്യം തന്നെ ഖുർആൻ്റെ ഒരു വചനം നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന് വേറെ വചനം ഖുർആനിൽ തന്നെ ഉണ്ടാവും. അതല്ലെങ്കിൽ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് ഖുർആനിലെ മനസ്സിലാക്കേണ്ടത്. ഖുർആനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ ഖുർആനിൽ തന്നെ സൂറത്ത് ഖിയാമയിൽ തന്നെ അവസാനത്തെ ആയത്തുകളിൽ പറയുന്നുണ്ട്, നീ ധൃതിപ്പെട്ട് ഇത് ഗൃഹസ്ഥമാക്കാൻ നീ ശ്രമിക്കേണ്ട, അത് ഓതിത്തരലും അത് പഠിപ്പിച്ചു തരലും അതിൻ്റെ വിശദീകരണമൊക്കെ തരലും നമ്മുടെ ബാധ്യതയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത് നമുക്ക് കാണാം. അപ്പോൾ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നുണ്ടല്ലോ അത് വഹിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അത് ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യവും പറയുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുക്കുന്ന കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുകയുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യരുടെ കൈകടത്തലുകൾ അതിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് അബദ്ധങ്ങൾ കാണാൻ കഴിയും. പക്ഷേ ഇവിടെ അബദ്ധങ്ങളില്ല, സുബദ്ധങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വൈരുദ്ധ്യമായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം ഒന്നാമതായിട്ട് ഇയാൾ പറയുന്നത് ഏത് ദിവസമാണെന്നറിയില്ല, അല്ലെങ്കിൽ ഏത് രാത്രിയാണെന്നറിയില്ല, ഏത് മാസമാണെന്നറിയില്ല എന്നൊക്കെ രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത്. സൂറത്ത് അൽ ബഖറയിൽ 185-ാമത്തെ വചനമുണ്ട്. അതിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. 5-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ചു കാണിക്കുന്നതുമായ സുവ്യക്തമായ തെളിവുകളും കൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമളാൻ. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ആ മാസത്തിൽ സന്നിഹിതരാണോ അവർ ആ മാസം വ്രതം അനുഷ്ഠിക്കട്ടെ. ഇത് വ്രതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുകയാണ്.
റമളാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പിൻ്റെ മാസം എന്നല്ല ശരിക്കും അർത്ഥം. അതും ഇദ്ദേഹത്തിന് അറിയില്ല, അത് വേറെ വിഷയമാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. റമളാൻ എന്ന് പറഞ്ഞാൽ ചൂട് അധികരിക്കുന്ന ഒരു മാസത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. അത് അറബിയിൽ അവർ റമളാൻ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ റമളാൻ മാസത്തിലാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത്, ആ മാസം. അപ്പോൾ ആ മാസത്തിലാണ് എന്ത്, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ആദ്യമായിട്ട് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ടത് ഇറാ ഗുഹയിൽ വെച്ചിട്ട് ആദ്യമായിട്ട് റമളാൻ മാസത്തിലാണ്. അത് ഏതാണ് ആ ഡേറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. പ്രവാചകൻ തന്നെ ഒരു പ്രാവശ്യം പറയുന്നുണ്ട്, എനിക്കത് അറിയിച്ചു തന്നിരുന്നു, പക്ഷെ പിന്നീട് ഞാനത് മറന്നു പോവുകയാണ് ഉണ്ടായത്. പക്ഷേ നിങ്ങൾക്കത് ഹൈറാണ്. പക്ഷേ കാരണം നിങ്ങൾ ആ ദിവസം മാത്രം ചിലപ്പോൾ കൂടുതലായിട്ട് നന്മ ചെയ്യാൻ ഉദ്ദേശിക്കും. പക്ഷേ അതിനെക്കാട്ടും നല്ലത് ആ ദിവസം ഏതാണെന്ന് അറിയാതെ എല്ലാ ദിവസവും അവസാനത്തെ 10 ഒറ്റപ്പെട്ട ദിവസങ്ങളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയം അവിടെ ക്ലോസ് ചെയ്യുകയാണ് ഉണ്ടായത്. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചർച്ച വരാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം കിതാബ് എന്നുള്ളതാണ്. കിതാബ് ഒന്നായിട്ട് ഇറക്കിയതല്ല, അങ്ങനെ ചരിത്രത്തിലൊന്നും ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിപ്പോൾ ആർക്കാണ് ഇറക്കപ്പെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് ഈ വചനങ്ങളൊക്കെ ഇറക്കപ്പെട്ടത്. ആരാണ് ഇത് ഫസ്റ്റ് ഓഡിയൻസ്? ഫസ്റ്റായിട്ട് ഇത് കേൾക്കുന്ന ആരാണ്? ഈ പറഞ്ഞ സഹാബത്തുകളാണ് ഇത് കേൾക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന മക്ക നിവാസികളും അതേപോലെയുള്ള മുസ്ലിങ്ങളാവട്ടെ അവരൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുക, എവിടെ കിതാബ്, എവിടെ പുസ്തകം എവിടെ എന്ന് അവിടെ ആരും ചോദിച്ചിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ ഈ വിഷയത്തിൽ ഈ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിനെ മുഴുവനായിട്ടുള്ളത് ആ ഒന്നാം ആകാശത്തേക്ക് ഇറക്കിയ ആ ദിവസത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലൈലത്തുൽ ഖദർ എന്ന് വിശേഷിപ്പിച്ച് പറയുന്നത് എന്ന് ഒരു വ്യാഖ്യാനം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പിന്നെ ഇവിടെ പറയാനുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവനാണ് ലോകത്തിൻ്റെ സൃഷ്ടാവ്. അതുകൊണ്ട് തന്നെ ഇന്നുള്ളതും നാളെ ഉള്ളതും മറ്റന്നാളുള്ളതും അല്ലെങ്കിൽ കഴിഞ്ഞു പോയതും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം സമമാണ് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു കാര്യം നടന്നു കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യൂ, അത് പറയാൻ പറ്റൂ, ഇത് ഇന്നത് നടന്നു എന്നുള്ളത്. ഇപ്പോൾ ഒരാൾ നാളെ ഒരു പുസ്തകം എഴുതുകയാണ് എന്ന്, നാളെ ഒരു പുസ്തകം എഴുതി എന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, അയാൾ എഴുതി കഴിഞ്ഞാലേ അയാൾക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞ കാര്യമാണ്. അവരെ അങ്ങനെയാണല്ലോ. ഇപ്പം നിങ്ങൾ തന്നെ ഒരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഈ പറഞ്ഞ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം. ഇയാളൊരു അഗ്നോസ്റ്റിക്കാണ്, ദൈവം ഉണ്ടാവാം എന്നുള്ള വിശ്വാസത്തിൻ്റെ ആളാണ്. ഇയാളെ ചോദിക്കട്ടെ, സർവജ്ഞാനിയായ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് ഈ പറഞ്ഞ നാളെ മറ്റന്നാൾ അല്ലെങ്കിൽ ഇന്നലെ എന്നുള്ള ഒരു കണക്കുണ്ടാവും? ഇല്ല, അവനെല്ലാം സമമായിരിക്കും. അപ്പം ഇവിടെ ഈ പ്രയോഗം തന്നെ വളരെ കറക്റ്റാണ് എന്നുള്ളതാണ്. കിതാബ് എന്ന് പറഞ്ഞ ആ പ്രയോഗം വളരെ കറക്റ്റാണ്. കാരണം ഇന്ന് നമ്മളെ കയ്യിലുള്ള മുസാഫിനാണ് നമ്മൾ കിതാബ് എന്ന് പറയുക. ഖുർആനെ ആണ് ഇയാൾ കിതാബ് എന്ന് പറയുന്നതെങ്കിൽ അത് തെറ്റായ ഒരു രീതിയാണ്. കാരണം ഖുർആനിലെ ഒരു ആയത്ത് ഞാനിപ്പോൾ അലിഫ് ലാം മീം, അതായത് സൂറത്ത് ബഖറയിലെ തുടക്കത്തിലുള്ള ആയത്താണ് അലിഫ് ലാം മീം എന്നുള്ളത്. ഇത് ഒരാൾ ഓതുക, ഇതെന്താ ഓതി, ഇത് ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തെറ്റുള്ളത്. കാരണം ഖുർആനിലെ ഒരു വചനം നമ്മൾ പാരായണം ചെയ്താൽ തന്നെ അത് ഖുർആനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് ഖുർആനാണ്. ഇതെന്താ ഇപ്പോൾ നിങ്ങൾ പാരായണം ചെയ്ത് ഖുർആൻ? അപ്പോൾ അത് ഫുള്ള് പാരായണം ചെയ്താലേ ഖുർആനാവുന്നുള്ളൂ? ഇല്ല. അതേ സ്ഥാനത്ത് കിതാബ് എന്നുള്ള വരുമ്പോൾ പുസ്തകം എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ ഒരു പുസ്തകം എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ ലഭ്യമല്ലേ ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞ ആ വാചകം തന്നെ വളരെ കൃത്യമാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമ്മൾ ഈ പറഞ്ഞ കിതാബ് ക്രോഡീകരിച്ചുകൊണ്ട് ഒരു എഴുതി ഉണ്ടാക്കിയ ഒരു കിതാബാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുകയല്ല ചെയ്തത്. അവിടെ എല്ലാവരും മനഃപ്പാടമാക്കുകയായിരുന്നു ചെയ്തത്. ദാലിക്കൽ കിതാബ്, അതാകുന്നു ഗ്രന്ഥമെന്ന് കൃത്യമായിട്ട് ഖുർആനിൽ തന്നെ ആദ്യത്തെ സൂറത്ത് ബഖറയിൽ തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കിതാബ് എന്നുള്ള പ്രയോഗിച്ചിട്ടുണ്ട്. അഹ്ൽ കിതാബിനെ പറ്റിയിട്ടും അതേപോലെ ഖുർആനെ പറ്റിയിട്ട് കിതാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് നടന്ന കാര്യമാണ്, മുഴുവനായിട്ട് ഇറങ്ങിയ കാര്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഘട്ടം ഘട്ടമായിക്കൊണ്ട് 23 വർഷക്കുറവും കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടിയതെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് അവനാണ് ഇത് പറയുന്നതെങ്കിൽ അവൻ പറയുന്നത് കറക്റ്റാണ്. അതേ സ്ഥാനത്ത് നമ്മളെപ്പോലുള്ള ആരെങ്കിലും പറയുകയാണെങ്കിൽ അവിടെ നബിയാണിത് പറഞ്ഞതെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആവില്ലായിരുന്നു വരിക. അവിടെയാണ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. നബി അള്ളാഹു അവിടെ ഏത് വാക്ക് ഉപയോഗിക്കണം എന്നുള്ളത് അവന് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. ഇവിടെ ഇത് ഒരു ദൈവിക ഗ്രന്ഥമാണ് എന്നുള്ളതിന് തെളിവാണിത്. ഇദ്ദേഹം തന്നെ അറിയാതെ പറഞ്ഞു പോയൊരു വിഷയമാണിത്. അദ്ദേഹത്തിന് അറബിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചുക്കും അറിയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഓക്കെ, അത് അന്നുള്ള മക്കാർ പോലെ ഈ വിഷയത്തിൽ അവർ പോലും വിമർശനം ഉന്നയിക്കാത്തൊരു വിഷയമാണിത് എന്നും ഞാൻ ഓർമ്മപ്പെടുത്തും. നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ ഒരു ഖുർആൻ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ചട്ടൻ്റെ മുകളിൽ ഖുർആൻ എന്ന് എഴുതണ്ട, എഴുതാത്തൊരു എന്തെങ്കിലും കൊണ്ട് പൊതിഞ്ഞൊരു ഖുർആൻ, എന്നിട്ട് ഏതെങ്കിലും അറബി ആയിട്ടുള്ള ഏതെങ്കിലും ഒരാളോട്, അല്ലെങ്കിൽ അറബിയല്ല ആരെങ്കിലും ആവട്ടെ, ആ ആൾക്ക് ഇത് കൊടുത്തിട്ട് ഇത് എന്താണെന്ന് ചോദിക്കാം. ഇത് ഒരു പുസ്തകം അല്ലെങ്കിൽ അറബിയിലുള്ള ഒരു പുസ്തകം എന്ന് പറയും. അതിൻ്റെ അറബി വാചകമാണ് കിതാബ്. അപ്പം നമ്മൾ ഇന്ന് ഖുർആൻ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് കിതാബാണ് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ കിതാബ് എന്ന വാചകമാണ് അവിടെ ആപ്റ്റായിട്ടുള്ളത്. അത് നമ്മൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നാളെ അത് എഴുതി കഴിഞ്ഞാൽ അത് കിതാബ് എന്ന് പറയാൻ കഴിയുള്ളൂ. മുഴുവനായിട്ട് എഴുതിയ ഒരു പുസ്തകത്തിനെയാണ് നമ്മൾ കിതാബ് എന്ന് പറയുക. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് എഴുതി നമ്മളെ കയ്യിൽ എത്തപ്പെട്ട സാധനമാണിത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. അവന് ഈ മുമ്പുള്ളതും പിന്നുള്ളതും ഞാൻ പറഞ്ഞില്ലേ, ഭാവി, ഭൂതം, വർത്തമാനം, ഇതൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാം കഴിഞ്ഞ കാര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇത് പറഞ്ഞതെങ്കിൽ ഇവിടെ തെറ്റ് പറ്റുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ദൈവീക ഗ്രന്ഥമാണ് എന്നുള്ളതിനുള്ള തെളിവ് കൂടിയാണ് ഈ വചനം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നിർത്തുകയാണ്. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.